ഹായ്, സജിത ഹിയർ. ഇന്നത്തെ ഈ കുഞ്ഞു സ്റ്റോറിക്ക് പേരിട്ടിട്ടില്ല കേട്ടോ. പറ്റിയ പേരുകളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്നെ ഒന്ന് പ്രണയിക്കാമോ? ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അയാൾ ഉറക്കെ ചിരിച്ചു. എന്തേ ഇപ്പം അങ്ങനൊരു ചോദ്യം? എന്നെ ഒന്ന് കേട്ടിരിക്കാമോ അല്ലെങ്കിൽ മനസ്സിലാക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും പ്രണയിക്കാമോ എന്നൊരാൾ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ആദ്യമായാണെന്ന് ദേവ് മനസ്സിലോർത്തു. അതെന്താടോ, എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? മൊബൈൽ ക്യാമറ ഓണാക്കി സ്വന്തം മുഖം നോക്കി പകുതി ദേവിനോടും പകുതി സ്വയവുമായി ആമി പറഞ്ഞു. ഉത്തരം പറയാതെ അയാൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയിരുന്നു. ദേവും ആമിയും ഒരു ക്യാമ്പിൽ പരിചയപ്പെട്ടതാണവർ. പരിചയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ചു പോകുന്ന ഒരു ക്യാമ്പിൽ. ഒരേ ഇഷ്ടങ്ങൾ, ഒരേ അഭിപ്രായങ്ങൾ. ആ യാത്ര തീരുന്നതിന് മുൻപേ അവർ നല്ല കൂട്ടുകാരായി മാറിയിരുന്നു. പിന്നെ അവർ മാത്രമായി യാത്രകൾ പോവാൻ തുടങ്ങി. ഒരേ നഗരത്തിലായതുകൊണ്ട് സ്ഥിരമായി കാണാൻ തുടങ്ങി. ജീവിതത്തിൽ എന്തിനെപ്പറ്റിയും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഇത്ര നാളും അവർക്കിടയിലേക്ക് കടന്നു വരാത്തൊരു സബ്ജക്റ്റായിരുന്നു പ്രണയം. ഒരിക്കൽ പ്രണയിച്ച് പറ്റിക്കപ്പെട്ടവനാണ് ദേവ്. ആത്മാർത്ഥമായി പ്രണയിച്ചവൾ ഒരു യാത്ര പോലും പറയാതെ അകന്നു പോയപ്പോൾ ഒരുപാട് നാളെടുത്തു അതിൽ നിന്നും രക്ഷപ്പെടാൻ. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത വഴിയാണ് ഈ യാത്രകൾ. ഏയ്, അത്ര മോശമൊന്നുമല്ല ഞാൻ. അത്ര വലിയ സുന്ദരിയല്ലേലും ഒരു ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ട് എനിക്ക്. ഒരു കണ്ണിറുക്കി മൊബൈൽ തിരികെ വയ്ക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ശരിക്കും ഇപ്പം എന്താ അങ്ങനെ തോന്നാൻ? ചിരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ദേവ് ചോദിച്ചത്. കാരണം അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായി പ്രണയിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്നു. പഠിക്കുന്ന കാലത്ത് പ്രപ്പോസൽസ് വന്നപ്പോൾ എല്ലാം റിജക്റ്റ് ചെയ്തു. അന്ന് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. കൂടെ ഉള്ളവളുമാരുടെ കാമുകന്മാർ വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കതൊന്നും പറ്റില്ലെന്ന് തോന്നി. വീട്ടിൽ ഫുൾ ഫ്രീഡം ഉണ്ട് എനിക്ക്. പിന്നൊരു കാമുകനെ കൊണ്ടുവന്ന് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പ്രണയം ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ ആ ചിന്ത മാറിയോ? എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? അവളുടെ ഉത്തരം കേൾക്കാൻ ദേവ് ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കിയിരുന്നു. നിങ്ങൾക്ക് എന്നെ നന്നായി സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരാൾ ഒഴിവാക്കിയതിനെ മറ്റൊരാൾക്ക് നന്നായി സ്നേഹിക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ വാക്കുകളല്ല കേട്ടോ, വിവരമുള്ള ആരും എഴുതിയതാ. അതുപോലെ ഒരാളാൽ ഒഴിവാക്കപ്പെട്ടവനും മറ്റൊരാളെ നന്നായി സ്നേഹിക്കാൻ പറ്റുന്നേ. അവൾ അത് പറയുമ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരുപാട് പക്വത ഉള്ളവൾ. ഉള്ളിൽ തോന്നുന്നത് മറച്ചു വെക്കാതെ സംസാരിക്കുന്നവൾ. എന്തും തുറന്നു പറയാൻ പറ്റിയ വളരെ നല്ലൊരു സൗഹൃദം. എപ്പോഴൊക്കെയോ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രണയം കൊണ്ടുവന്ന് ആ സൗഹൃദം നഷ്ടപ്പെടുത്തണമെന്ന ചിന്തയും പിന്നെ നേരത്തെ വേറൊരാളിൽ നിന്നും കിട്ടിയ അനുഭവവുമാണ് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ഡോ, താൻ പേടിക്കണ്ട കേട്ടോ. പ്രണയിച്ചാലില്ലേലും താൻ എനിക്ക് എന്നും എൻ്റെ നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒന്നിച്ചാൽ ഒന്നുകൂടെ നല്ലതാകുമെന്ന് എനിക്ക് തോന്നി. താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. ഒട്ടും മറയില്ലാതെ അവൾ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ലെന്ന് ആര് പറഞ്ഞു? പെട്ടെന്നായിരുന്നു ദേവ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഇയാൾക്ക് എന്നെ ഇഷ്ടമാണോ? കുട്ടികളെ പോലെ അവൾ ചോദിച്ചു. ആണോ എന്ന് ചോദിച്ചാൽ വേണേൽ ഇഷ്ടപ്പെടാം. ആർക്ക് വേണേൽ? നിനക്ക് വേണേൽ. ഓ, അങ്ങനെ ഇപ്പം എന്നെ ആരും പ്രേമിക്കണ്ട. വാ പോകാം. ആമി അവിടുന്ന് ഇതും പറഞ്ഞ് എഴുന്നേറ്റു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് വേണമെങ്കിലോ? എഴുന്നേൽക്കാൻ തുടങ്ങിയ അവളെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചിട്ടു അവൻ. അവരുടെ കണ്ണുകൾ പരസ്പരം കൊരുത്തു. ഇന്ന് വരെ അവർക്കിടയിലേക്ക് കടന്നു വരാത്ത ഒരു പുതിയ ഭാവം അവർ അവരുടെ മിഴികളിൽ പരസ്പരം കണ്ടു. അവരുടെ മനസ്സുകൾ മന്ത്രിച്ചു. അതെ, നമ്മൾ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാലും എന്നോട് നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ എന്താ കാരണം? അവൻ്റെ തോളിൽ ചാരിയിരിക്കുന്ന അവളോട് അവൻ ചോദിച്ചു.
അത് പറ. അത് അതെ, ഒരേപോലെ ഉള്ളവരെക്കാൾ ഓപ്പോസിറ്റ് ക്വാളിറ്റി ഉള്ളവർ തമ്മിലാണ് ചേരുക എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതായത് വിവരമില്ലാത്ത നീയും വിവരമുള്ള ഞാനും ചേരുമെന്നൊരു തോന്നൽ. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഓ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവന് മനസ്സിലായത്. ഡി പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ മനസ്സിലാക്കുന്നതിന് മുൻപേ അവിടെ നിന്ന് ഓടിത്തുടങ്ങി അവൾക്ക് പുറകെ അവളെ പിടിക്കാനായി. ദേ അവനും ഓടി. അവരുടെ പ്രണയഭാവങ്ങൾക്ക് ആ കടൽ സാക്ഷിയായി. അപ്പോൾ ഇന്നത്തെ കഥ കഴിഞ്ഞു. കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അടുത്ത വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.